കൊടുംവഞ്ചിൽ നിന്ന് ഓപ്പൺ വാറിന് മുഖവരിയോടെ ആ സംഘപരിവാർ സമ്പർക്കക്കാരൻ അടിച്ചു തരുന്ന വാറോല വായിക്കാതെ കള്ളക്കടത്തിലെ കാക്കിപ്പങ്കിനെ കുറിച്ച് ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്താൻ ധൈര്യമുണ്ടോ പിണറായി എന്നാണ് നേർക്കുന്നവർ വെല്ലുവിളി. ആ കത്തിജ്വലിച്ച സൂര്യനെ കരിന്തിരിയാക്കി കളഞ്ഞ രാഷ്ട്രീയ സെക്രട്ടറി സൂപ്പർ CM ഇന്ന് അൻവറിന്റെ വിശേഷണം ആഭ്യന്തര വകുപ്പിലെ കാട്ടുകള്ളൻ. അല്ലെങ്കിൽ ഒരു മുറിവേറ്റ കാട്ടാന കണക്കിയ മാഫിയ കോട്ടകളിലേക്ക് അൻവർ ഒരുമ്പട്ട് ചീറിയെടുത്തപ്പോൾ തന്നെ മാറ്റി മാറ്റി പറയുന്ന നിലപാടുകളുടെ നിലയിലാക്കയറ്റിൽ ഉത്തരം മുട്ടി നാണം കെട്ട് കിടക്കുന്നത് കണ്ടതാണ് ഈ പാർട്ടി. ഈ കേരളത്തിന്റെ ക്രമസമാധാനക്കാരൻ ബോംബെ അധോലോക മോഡലാണെന്ന്, RSSന്റെ 5ാം പത്തിയാണെന്ന്, കൊലപാതകിയാണെന്ന്, അതിനൊക്കെ അയാൾക്ക് കഞ്ഞി വെച്ച് കൊടുക്കുന്നത് രാഷ്ട്രീയ സെക്രട്ടറിയാണെന്ന് ആവർത്തിച്ചപ്പോൾ അൻവറെ നിർത്തിപ്പൊക്കോ എന്ന് രോഷപ്പെടാൻ ഒറ്റ നേതാവിന്റെ നാവ് പൊന്തിയിട്ടുണ്ടോ? RSSന്റെ മേധാവിമാരുമായുള്ള സമ്പർക്കപ്പെടൽ CPM നയമാണോ എന്ന രാഷ്ട്രീയ ചോദ്യത്തിന് ബബ്ബ മറുപടി കാലത്താണ് ഒടുവിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ വരവ്. പാർട്ടിക്കാർക്ക് പോലും ബോധ്യപ്പെടാത്ത ന്യായം ചമക്കൽ, അധികാരത്തിന്റെ അഹങ്കാര വർത്താനം, ചാപ്പയടിക്കൽ, ചേർത്ത് പിടിക്കൽ. ശേഷം നേതാക്കൾക്ക് നാക്ക് പൊളച്ചെങ്കിലും അടിത്തട്ടിൽ ഒരു ബ്രാഞ്ച് പ്രവർത്തകന് പോകട്ടെ, ഒരു SFI യൂണിറ്റ് സെക്രട്ടറിക്കെങ്കിലും ബോധ്യമായോ ഒരു പാർട്ടി സാമാജികനെ കള്ളക്കച്ചവടക്കാരനാക്കിയത് ഇപ്പോൾ മാത്രം അയാളുടെ രാഷ്ട്രീയ DNA ചികഞ്ഞതിന്റെ ഗതികെട്ട രാഷ്ട്രീയ യുക്തി? പാർട്ടിയൊന്ന് ഡിഫൻസിലാകുമ്പോഴേക്കും സൈബർ വഴികളിൽ കാട്ടുതീ പോലെ ആളിപ്പിടിക്കുന്ന കടന്നൽ കൂട്ടത്തിൽ ആരെങ്കിലും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പിണറായിടാ എന്ന് BGM ഇട്ട് എഴുന്നള്ളിക്കുന്നത് കണ്ടോ? സഖാക്കൾ വാഴ്ത്താത്ത വിജയന്റെ വാർത്താ സമ്മേളനം വാഴ്ത്തിപ്പാടിയ ഒരു നേതാവിന്റെ പേര് RV ബാബു, ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷനാണ്. ഈ കേരളം ചങ്കുപൊട്ടിക്കണ്ട വിലാപകാലത്ത് അർജുന്റെയും മനാഫിന്റെയും മതം ചെയ്യാനും മാത്രം മനസാക്ഷി കെട്ട നേതാവിന്റെ വകയാണ് CPM. നിങ്ങൾക്കുള്ള വിജയ വാഴ്ത്തുക്കൾ. അൻവർ തലകുനിക്കണമെങ്കിൽ അത് ദൈവത്തിനും പാവം പാർട്ടിക്കാർക്കും മാത്രമെന്നും ആഭ്യന്തര വകുപ്പ് വാഴാൻ വിജയൻ ഒരു കഴിവുകെട്ടവനാണെന്നും നെഞ്ചുവിരിക്കുന്ന അധികാരപക്ഷ MLAക്ക് നേരെ ഇനി ചാപ്പകളുടെ കുത്തൊഴുക്കാണ്. RSSകാരനാക്കും, സുഡാപ്പിയാക്കും, ചിലപ്പോൾ പരനാറിയാക്കും, എന്നിട്ട് കേസിൽ കുടുക്കി അഴിക്കുള്ളിലാക്കിയാലും പരമാവധി അങ്ങ് കഴിമരം കയറ്റിയാലും ചോദിച്ച ചോദ്യങ്ങളുടെ മറുപടിയില്ലായ്മ നിങ്ങളുടെ രാത്രികളെ പൊള്ളിക്കില്ലേ നവനേതാക്കളെ? ഇടതുവിരുദ്ധ രാക്കാല കൂട്ടുകെട്ടുകൾ, തുരങ്ക സൗഹൃദങ്ങൾ, കേസട്ടിമറിക്കലുകൾ തുറന്നു പറയലാണ്. അതിന് എത്ര കച്ചവടക്കാരനാണെങ്കിലും കയ്യേറ്റക്കാരനാണ്